ഇനി ദുബായിലേക്ക് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെ? എസ്കെൻ, ഈ UAE സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഏറ്റവും പ്രധാനമായിട്ടും രാത്രി ഉണ്ടായ ഒരു ആക്രമണം അത് ദുബായിലെ US കോൺസുലേറ്റ് ആക്രമിച്ചതായിരുന്നു. ദുബായിലെ അൽസീഫിലുള്ള US കോൺസുലേറ്റിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. അത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12 മണിയോട് അടുത്ത ഒരു സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ അങ്ങനെ വലിയ ഒരു ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി, വലിയ തോതിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. സമീപം ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും എന്തായാലും യാതൊരു തരത്തിലുള്ള പരിക്കോ പ്രശ്നങ്ങളോ ഒന്നും ഏറ്റില്ല. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇന്നലെ റിയാദിൽ അത്തരത്തിൽ ആക്രമണം ഉണ്ടായതിന്റെ ഭാഗമായി ഒരു സുരക്ഷാ മുൻകരുതലുകളൊക്കെയും എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇത് ഈ ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ തീപിടുത്തം എന്നുള്ള നിലയിലാണ് ദുബായ് മീഡിയ അതോറിറ്റി ഈ വിവരം അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ തീ അല്പസമയത്തിനുള്ളിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കി, ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനം ഈ UAE കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഉള്ള ആക്രമണം അത് ജനവാസ മേഖലയിലേക്ക് ആക്രമണം കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ സമ്മർദ്ദ തന്ത്രമാണ്. അതിന്റെ മറ്റൊരു കാഴ്ച കൂടി ഇന്ന് കുവൈറ്റിൽ നിന്നുമൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഖത്തറിൽ നിന്നും കണ്ടു. അങ്ങനെ ആക്രമണം ഇത്തരത്തിൽ കേന്ദ്രീകരിക്കുന്നതോടുകൂടി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വലിയ തോതിൽ ഇറാനുണ്ട്. പ്രത്യേകിച്ച് നാളെ ഇത്തരത്തിൽ ഈ യൂറോപ്യൻ യൂണിയന്റെയും ഒപ്പം GCC രാജ്യങ്ങളുടെയും ഒക്കെ ഈ സാമ്പത്തിക മന്ത്രാലയങ്ങൾ അവരൊരു ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായി നിലവിലെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരേണ്ട യോഗം കൂടിയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു യോഗമായിട്ടാണ് കണക്കാക്കുന്നത് നാളെ രാവിലെ ഓൺലൈനായി ചേരുന്ന ഈ യോഗം. അപ്പോൾ ആ യോഗത്തിന് മുൻപായി കുറെ കൂടിയൊക്കെ സാമ്പത്തികമായി സമ്മർദ്ദമുണ്ടാക്കുന്ന നീക്കങ്ങൾ നടത്തുക, ആക്രമണങ്ങൾ നടത്തുക, അതുവഴി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഈ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക, അതുവഴി അമേരിക്കയെ സ്വാധീനിക്കുക, അങ്ങനെ യുദ്ധത്തിലൊരു അയവ് വരുത്തുക എന്നുള്ള നീക്കമൊക്കെയും ഇറാന്റെ ഭാഗമായി തകൃതിയായി നടക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ദുബായിലും മറ്റുമൊക്കെ ഈ ആക്രമണം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ ഫുജൈറയിലും UAE കേന്ദ്രീകരിച്ച് രാത്രി ആക്രമണം നടന്നിട്ടുണ്ട്. ഫുജൈറയിൽ ആക്രമണത്തിൽ തീപിടുത്തം ഉണ്ടായതായിട്ടും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. അവിടെയും ആർക്കും പരിക്കില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ 2 ആക്രമണങ്ങളാണ് ഇന്നലെ രാവിലെ ദുബായിൽ ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് UAE കേന്ദ്രീകരിച്ചുണ്ടായ ആക്രമണം. പക്ഷേ ഇന്ന് ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും പൊതുവെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാവിലെ ഉണ്ടായ തരത്തിൽ പ്രത്യേകിച്ച് ബഹ്റൈനിലൊന്നും ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. കാരണം പുലർച്ചെ 3 മണിയോടെ ഉഗ്രശബ്ദം കേൾക്കുകയും പിന്നീട് ആക്രമണങ്ങളൊക്കെയും അതോറിറ്റികൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാണുന്നത്. പക്ഷേ ആ നിലയിലേക്ക് എന്തായാലും ഇന്ന് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നീക്കമാണ്. രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണം അത്തരത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെയും ഇന്നലെ പാതിരാത്രി നടന്ന ഒരു ആക്രമണത്തിന്റെ ഏതാണ്ട് ഒരു 11 മണിക്ക് ശേഷം നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങളാണ്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു വരുന്നതാണ്. അപ്പോൾ ആ നിലയിലേക്ക് രാവിലെ ആക്രമണം കടന്നിട്ടില്ല. ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ദിവസം കൂടിയാണ്. ഈ യോഗം മുൻനിർത്തി ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒമാൻ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചു പോകുന്നു. അതിനപ്പുറത്തേക്ക് UAE വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് തങ്ങൾക്ക് നയതന്ത്ര രീതിക്കാണ് താല്പര്യം. ഇത് ഇന്നലെ വൈകിട്ട് പറഞ്ഞതിനു ശേഷം പിന്നീട് രാത്രി ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഒരു നിലയ്ക്കും തങ്ങളുടെ പ്രതിരോധം അല്ലെങ്കിൽ തങ്ങൾ തടുക്കും ചെറുക്കും എന്ന് പറയുന്നത് തിരിച്ചടിയല്ല എന്ന് വീണ്ടും ഒരു കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി UAEയും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കുവൈറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്, ഖത്തറും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ GCC രാജ്യങ്ങൾ വഴി നാളെ നടക്കുന്ന യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ വഴിയും ഒക്കെ ഒരു അനുകൂല നിലപാട് ഉണ്ടാക്കിയെടുക്കുക, ഒരു അനുകൂല നയം തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.